സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നോക്കാം മർക്കോസിന്റെ സുവിശേഷം 5:33-34. സ്ത്രീ തനിക്കു സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവന്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീയെ കാണാൻ കഴിയും. ഒരുപാട് ധനമുള്ള വ്യക്തിയാണ്. എന്നാൽ അവളെ ഒരു രോഗം ബാധിച്ചു. 25-ാം വാക്യം നോക്കുമ്പോൾ, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. 12 വർഷമായിട്ട് അവളെ ഒരു രോഗം പിടിച്ചിരിക്കുന്നു. ആ രോഗം ഏതാണ്? രക്തസ്രവം എന്ന രോഗമാണ്. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. രക്തമാണ് ജീവൻ. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആവശ്യമായ രക്തമുണ്ടെങ്കിൽ അവന് പല രോഗങ്ങളും വരികയില്ല. നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ആ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് 1, 2, 3 ദിവസത്തേക്ക് അല്ല, അത് 1, 2 വർഷമായിട്ടുള്ളതല്ല. 12 വർഷമായിട്ട് ഈ സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ രോഗമാണ്. അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവളൊരു അസ്ഥിപഞ്ജരം പോലെയായിരിക്കും. മുഖമെല്ലാം വിരൂപമായിട്ട്, അതുപോലെ കൈകാലുകൾ വളരെ ശോഷിച്ചു ആരോഗ്യമില്ലാതെ വളരെ ബലഹീനയായി തീർന്നിരിക്കുന്നതായ ഒരു സ്ത്രീയാണത്. അവൾക്ക് പണമുണ്ടായിരുന്ന സമയത്ത് ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടുവാനായി വൈദ്യന്മാരുടെ അടുക്കൽ പോയി. വൈദ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഒരു പ്രയോജനവുമില്ലാതെ കഷ്ടപ്പെട്ടത് മിച്ചം. ഡോക്ടറിന്റെ അടുക്കൽ പോയ ആളുകൾ എത്ര പേരുണ്ട്? ഈ കാലത്ത് ഡോക്ടറെ കാണാൻ പോകാത്ത ആളുകളും ദിവസവും ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത ആളുകളും ചുരുക്കമാണ്. ബിപിയും ഷുഗറുമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ആഹാരത്തിന് മുൻപും അതുപോലെ അതിനു ശേഷവും എല്ലാ ദിവസവും ഈ ഗുളികകൾ വിഴുങ്ങിക്കൊണ്ടേയിരിക്കണം. ഒരു സഹോദരൻ വന്ന് പറയാനിടയിൽ, ദേവദാസ, എനിക്ക് ബിപിക്കും ഷുഗറിനും ഉള്ളതായ എൻ്റെ ഗുളികകൾക്ക് വേണ്ടി മാത്രം ഏകദേശം മാസം 5000-4000 രൂപയോളമാകും. എൻ്റെ ഗുളികയ്ക്ക് വേണ്ടി ഇത്രത്തോളം പണം ചെലവഴിച്ചാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? എത്രയോ ആളുകളാണ് ഇന്ന് രോഗബാധിതരായി തീർന്നിരിക്കുന്നത്. ഓർക്കുക, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ സൗഖ്യം നേടുന്നുണ്ടോ, അതോ നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടുകയാണോ? നിങ്ങൾ ആശുപത്രിയിൽ പോകുവാൻ പാടില്ല, ഡോക്ടറിനെ കാണാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ യേശു കർത്താവിനെ വിശ്വസിക്കൂ. ആശുപത്രിയിൽ എഴുതി വെക്കാറുണ്ട്, ഡോക്ടർ കട്ട്സ്, ഗോഡ് ഹീൽസ്. ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്യും, നൂല് വെച്ച് തുന്നിക്കെട്ടും. 10 ദിവസം വന്ന് നോക്കുമ്പോൾ ആ മാംസമെല്ലാം ചേർന്നിരിക്കുന്നത് കാണാം. ആരാണ്? ഡോക്ടറാണോ? ഇത് ചേരണമേ 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 എന്ന് പാട്ടുപാടിയത് കൊണ്ടാണോ സംഭവിച്ചത്? അത് ഡോക്ടർ ചെയ്തതല്ല. ആരാണത് ചെയ്യുന്നത്? ദൈവം, സൃഷ്ടികർത്താവായ ദൈവമാണ്. അവനാണ് നിന്റെ മുറിവിനെ കെട്ടുന്നത്. അതുകൊണ്ട് ഡോക്ടറിന് ഒരുപാട് പരിധികളുണ്ട്. നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചു പോകുക, ദൈവഹിതം ചോദിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക, അപ്പോൾ ദൈവം സഹായിക്കും. വി ട്രീറ്റ്, ഗോഡ് ഹീൽസ് എന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ എഴുതി വെക്കാനിടയായി. വി ട്രീറ്റ്, ഗോഡ് ഹീൽസ്. ഞങ്ങൾ നിങ്ങളെ പരിശോധിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് മരുന്നുകൾ എഴുതിത്തരും, എന്നാൽ സൗഖ്യം നൽകുന്നത് ദൈവമാണ്. ഡോക്ടർ നിങ്ങൾക്ക് ഗുളിക നൽകുമ്പോൾ നിങ്ങളത് വിഴുങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ മരുന്ന് ചെന്ന് നിങ്ങളുടെ രക്തത്തിൽ കലർന്ന് അലിഞ്ഞു ചേർന്ന് ആ രക്തത്തിലുണ്ടായിരിക്കുന്നതായ ഇൻഫെക്ഷനെല്ലാം മാറ്റുന്നത്, അങ്ങനെ ചെയ്യുന്നത് ആരാണ്? ഡോക്ടറാണോ? ആരാണത് ചെയ്യുന്നത്? പറയുക. ഗുളികയാണോ? ഇതാ ഞാൻ പോകുന്നു, ചെന്നിട്ട് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കുമെന്ന് മരുന്ന് പറയുമോ? ഇല്ല. മരുന്നിനെ വിശ്വസിക്കരുത്, കർത്താവിനെ വിശ്വസിക്കുക. ഈ സ്ത്രീക്ക് യേശുവാരാണെന്ന് അറിയില്ലായിരുന്നു. പാവം, അവൾ ഒരുപാട് വൈദ്യന്മാരെ കാണുവാനിടയായി. ഇതാണ് പാവം. അനേകം ആളുകളും പല ചികിത്സകളും ചെയ്യാറുണ്ട്. ഒരു രോഗത്തിനു വേണ്ടി നിങ്ങൾ 100 ഡോക്ടർമാരെ കാണാൻ പോയാൽ നിങ്ങൾക്ക് 150 രോഗങ്ങൾ വരും. എന്താണ്? യഥാർത്ഥ രോഗം പോയിട്ട് നിങ്ങൾക്ക് അനേക രീതിയിലുള്ളതായ മരുന്നിൻ്റെ
സൈഡ് എഫക്ട്സ് നിമിത്തമായിട്ട് രോഗങ്ങൾ ഉണ്ടാകും. ഇന്ന് സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. ദൈവം നൽകുന്ന സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെയോ സഭാ മൂപ്പന്മാരെയോ വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. പാപം ക്ഷമിക്കപ്പെട്ട് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഒരു വിഷയം നിങ്ങൾ ഓർക്കണം, മനുഷ്യനുണ്ടാകുന്നതായ ഓരോ രോഗത്തിനും പ്രധാനമായ കാരണം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം ആണ് മരണം. പാപം നൽകുന്ന ചിലവുകാശാണ് രോഗം. ചിലവുകാശ് എന്ന് പറയുമ്പോൾ ശമ്പളം മാസത്തിനൊടുവിൽ തരും, ചിലവുകാശ് ഓരോ ദിവസവും ചായയ്ക്കും കാപ്പിക്കും വേണ്ടി തരും. അതാണ് പാപം ചെയ്യുന്നതിന്റെ ഫലമായുള്ള മരണം. അവസാനം നിങ്ങൾക്ക് മരണമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഫലമായ ശരീരത്തിൽ രോഗവും വ്യാധികളുമൊക്കെ ഉണ്ടാകും. എത്രയോ ഡോക്ടർമാരാണ് പഠിച്ചിറങ്ങുന്നത്. അതുപോലെ തന്നെ ആ സയൻസിലെ എത്രത്തോളം ഗവേഷണങ്ങൾ നടന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ദിനംതോറും നടക്കുന്നത്. പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ ഇഞ്ചക്ഷനുകൾ കണ്ടുപിടിക്കുന്നു, ഓപ്പറേഷൻസുകൾ കണ്ടുപിടിക്കുന്നു. ഹൃദയം മാറ്റിവെക്കപ്പെടുന്നു, അതുപോലെ കരൾ മാറ്റിവെക്കപ്പെടുന്നു, അതുപോലെ വൈദ്യശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ രോഗങ്ങൾ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? കൂടുകയാണ്. വൈദ്യന്മാർ കൂടുന്നു, ചികിത്സകൾ കൂടുന്നു, രോഗം വർദ്ധിക്കുന്നു. അതിൻ്റെ എല്ലാം കാരണം എന്താണ്? പാപം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. പാപം വർദ്ധിക്കുമ്പോൾ പുതിയ പുതിയ രോഗങ്ങളാൽ മനുഷ്യൻ ഇന്ന് കൃത്രിമമായതിനെയാണ് ആശ്രയിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതായ പ്രകൃതിയിൽ നല്ലതായ ആഹാര വസ്തുക്കളുണ്ട്, അത് കഴിക്കില്ല. പഴം തിന്നില്ല, പഴം കൊണ്ടുണ്ടാക്കുന്ന ജാമാണ് തിന്നുന്നത്. അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫലങ്ങൾ കഴിക്കില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് 2-3 ദിവസം കഴിഞ്ഞ് അതാണ് കഴിക്കുന്നത്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ദൈവം നമുക്ക് വേണ്ടി സർവ്വതും സൃഷ്ടിച്ചു, നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചു. നമ്മൾ സൃഷ്ടികർത്താവിനെ ഓർക്കണമെന്ന് അവൻ ആശിക്കുന്നു. എന്നാൽ മനുഷ്യനത് ചെയ്യുന്നില്ല. അവൻ തന്റെ ശരീരത്തെ ഓർക്കുന്നു. ശരീരത്തിന് തൃപ്തി കൊടുക്കുന്നതിന് വേണ്ടി തിന്നുവാൻ പാടില്ലാത്തവ മനുഷ്യൻ തിന്നുന്നു, അതുപോലെ കുടിക്കാൻ പാടില്ലാത്തവ മനുഷ്യൻ കുടിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ കൂടി പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യപാനത്തിന് അടിമപ്പെട്ടവരാണ്. മദ്യപാനം, ഭാര്യ ദുഃഖിക്കുമെന്നുള്ള വിഷയം നിനക്ക് അറിയാം, മക്കൾ കരയുന്നതായ വിഷയം അറിയാം, മാതാപിതാക്കൾ ദുഃഖിക്കുന്ന വിഷയം അറിയാം. ഇനി മദ്യപിച്ചാൽ നിന്റെ കരൾ മൊത്തം നാശമായി പോകുമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് നിനക്ക് ദോഷമാണെന്ന് നിനക്കറിയാം. എങ്കിലും നിനക്കത് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. പാപം ചെയ്യുന്നത് എളുപ്പമാണ്, എന്നാൽ അതിൽ നിന്ന് നിനക്ക് വെളിയിൽ വരുവാൻ പിന്നീട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യേശു കർത്താവിൽ നീ വിശ്വസിക്കുക. നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും നിന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാനും മതിയായ കർത്താവ് അവൻ മാത്രമാണ്. എന്നാൽ നീ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നേടുന്നതിന് വേണ്ടി മറ്റൊരു മദ്യം കുടിച്ച് അല്ലെങ്കിൽ മറ്റൊരു ദുശീലം ആരംഭിച്ച് അവസാനം നിനക്ക് രണ്ടും ഉപേക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിലായിത്തീരുകയാണ് ചെയ്യുന്നത്. ഇന്ന് എത്രയോ ആളുകൾ പാപത്തിന് അടിമപ്പെട്ടിട്ട് രോഗങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു. ആ കർത്താവ് നിന്നെ തൊട്ടാൽ നിനക്ക് പരിപൂർണ വിടുതൽ ലഭിക്കും, സൗഖ്യം ലഭിക്കും. നിന്റെ ബന്ധനം എന്താണെങ്കിലും, പിശാച് നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന പാപത്തിന്റെ ബന്ധനം എത്ര വലിയ കെട്ടാണെങ്കിലും, കർത്താവ് നിന്നെ തൊടുകയാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള നിന്റെ ശരീരത്തിലെ ബന്ധനങ്ങളെല്ലാം വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവ് മതിയായവനാണ്. തീരാവ്യാധിയിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കും. വിശ്വസിക്കുക. നിന്റെ ശരീരത്തെ എന്തുകൊണ്ടാണ് നീ നശിപ്പിക്കുന്നത്? നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് പലരും പറയുന്നുണ്ട്, അവരുടെ ശരീരത്തെ അവർ തന്നെ നശിപ്പിച്ചിട്ടിട്ട് ദൈവം എനിക്ക് ആ രോഗം തന്നു, ദൈവം എനിക്ക് ഈ രോഗം തന്നു എന്നൊക്കെ പറയുന്നു. ദൈവം മുന്നമേ പറയാനിടയായി, വ്യഭിചാരം ചെയ്യുവാൻ പാടില്ല. അതെന്നേ പറഞ്ഞതാണ്. 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ്, വ്യഭിചാരം ചെയ്യാൻ പാടില്ല. പരസ്ത്രീയോടുകൂടി വ്യഭിചാരം ചെയ്യുന്നവൻ, പരപുരുഷനോടൊപ്പം വ്യഭിചാരം ചെയ്യുന്നവൾ നരകത്തിലേക്ക് പോകും. എന്നാൽ ഇന്ന് നോക്കുക, വ്യഭിചാരം എന്ന പാപം കാരണം എത്രയോ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. എയ്ഡ്സ് എന്ന രോഗം ഒരു കാലത്ത് നമുക്ക് അറിയില്ലായിരുന്നു. എന്താണ് HIV എന്ന രോഗത്തെക്കുറിച്ച് ഒരു കാലത്ത് നമുക്ക് അറിവുള്ളതല്ലായിരുന്നു. എന്നാൽ ഈ കാലത്ത് എത്രയോ ആളുകൾ HIV രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. ചിന്തിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുമ്പോൾ രോഗം നിന്റെ വീട്ടിലേക്ക് വരില്ല, രോഗം നിന്നെ തൊടുകയില്ല. പകൽ പറക്കുന്ന അസ്തത്തെയും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് ഭയപ്പെടാനില്ല എന്ന് വചനം പറയുന്നു. ഒരു രോഗവും നിന്നെ തൊടില്ല. എത്രയോ രോഗങ്ങളാൽ നാം ഭാരപ്പെടുന്നു. അതിന്റെ കാരണം പാപത്തിന് നാം ഇടം കൊടുക്കുന്നത് കൊണ്ടാണ്. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ ജാഗ്രതയോടെ ജീവിക്കണം. ഇന്ന് രോഗം ബാധിച്ച് മനുഷ്യൻ
ഒരുപാട് ആശുപത്രികളിൽ കയറിയിറങ്ങി തൻ്റെ പണമെല്ലാം ചിലവഴിക്കുന്നു. ആശുപത്രിയിൽ തൻ്റെ സമയത്തെ മുഴുവൻ ചിലവഴിക്കുന്നു. നോക്കൂ, ഈ സ്ത്രീ 12 വർഷമായിട്ട് ഭാരപ്പെടുകയാണ്. 1-2 വർഷങ്ങളല്ല, 1-2 ദിവസത്തിന് പനി വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ ഈ സ്ത്രീ നോക്കുക, 12 വർഷമായിട്ട് രോഗത്താൽ ഭാരപ്പെടുകയാണ്. ഉള്ള പണമെല്ലാം അനേക വൈദ്യന്മാർക്ക് കൊടുത്ത് ചികിത്സകൾ ചെയ്ത് എങ്കിലും സൗഖ്യം പ്രാപിക്കുവാൻ, രോഗത്തിന് ശമനം നേടുവാൻ കഴിയാതിരിക്കുന്നു. നോക്കൂ, പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായിത്തീർന്നു. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നീ വരാതെ നിന്റെ ജീവിതത്തിൽ എത്രത്തോളം പരിശ്രമങ്ങൾ നടത്തിയാലും നിനക്ക് ദുഃഖം മാത്രം ബാക്കിയാകും. എന്നാൽ സമാധാനം ലഭിക്കില്ല, നിനക്ക് വിടുതൽ ലഭിക്കുകയില്ല. നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ, നിനക്ക് വെളിയിൽ വരുവാൻ വേണ്ടി എത്ര കഷ്ടത അനുഭവിച്ചാലും എത്ര വലിയ പരിശ്രമങ്ങൾ നടത്തിയാലും നിനക്ക് വിടുതൽ ഉണ്ടാവുകയില്ല. ഒരു ചതുപ്പ് നിലത്തിൽ വീണ വ്യക്തി മുകളിൽ വരുന്നതിന് വേണ്ടി എത്രമാത്രം കൈകാലിട്ടടിച്ചാലും, എത്രത്തോളം കൈകാലിട്ടടിച്ചാലും താഴേക്ക് പോകും. മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും കൈ കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കണം. മുകളിൽ നിന്ന് വന്നതായ കർത്താവാണ് യേശു. പാപത്തിന്റെ കുഴിയിൽ വീണുകിടക്കുന്ന നമ്മെ എഴുന്നേൽപ്പിക്കാനാണ് കർത്താവ് ഇറങ്ങി വന്നത്. പാപത്തിന്റെ കുഴിഞ്ഞ ചേറ്റിൽ കിടക്കുന്ന എന്നെ നിങ്ങളെയും അവൻ എഴുന്നേൽപ്പിക്കുവാനിടയായി ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു. ഇന്ന് ആരെങ്കിലും കടഭാരത്തിന്റെ കുഴിയിലായിരിക്കുന്നുണ്ടോ? രോഗത്തിന്റെ കുഴിയിൽ കിടക്കുന്നവരുണ്ടോ? പാപത്തിന്റെ കുഴിഞ്ഞ ചേറ്റിൽ കിടക്കുന്നവരുണ്ടോ? വ്യഭിചാരത്തിന്റെ കുഴിഞ്ഞ ചേറ്റിൽ കിടക്കുന്നവരുണ്ടോ? കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും എന്ന്. ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തെ നീ അശുദ്ധിയാക്കിയിട്ടുണ്ടോ? എന്നിട്ടും ഒരുപക്ഷെ നിനക്ക് രോഗം വരാതിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ കൊണ്ടായിരിക്കും. പാപത്തിൻ്റെ ആ ശിക്ഷ നിന്റെ മേൽ വരാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പാപത്തിൻ്റെ ആ ദോഷം അനുഭവിക്കാതിരിക്കുന്നത്. എന്നാൽ നീ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിക്കുകയാണെങ്കിൽ നിന്നെ അവൻ്റെ രക്തത്താൽ കഴുകിക്കൊണ്ട് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയെടുക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ദയവിച്ചത് തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള കർത്താവേ, ഈ ദൈവിക സന്ദേശത്തിൽ കൂടി ഇന്ന് ശക്തമായിട്ട് ഞങ്ങളോട് നീ സംസാരിച്ചതിനെ ഓർത്ത് നിനക്ക് നന്ദി കരയറ്റുകയാണ് കർത്താവേ. എല്ലാവരെയും തൊടുവാനായിട്ട്, എല്ലാ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, എല്ലാവർക്കും വലിയ വിടുതൽ കൊടുക്കുവാനായി, അതുപോലെ പരിപൂർണമായ സൗഖ്യം കൊടുത്തുകൊണ്ട്, സമാധാനം കൊടുത്തുകൊണ്ട് നിന്റെ സാക്ഷികളായി ഞങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ നീ ആഴമായിട്ട് സ്നേഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുകയാണ്. ആരൊക്കെയാണോ പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ നീ തൊടണമേ, എനിക്ക് ഇന്ന രോഗമുണ്ട്, എൻ്റെ കുടുംബസ്ഥിതി ഇതാണ്, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, എൻ്റെ ജോലിയുടെ അവസ്ഥ ഇതാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിന്നോട് നിലവിളിക്കുന്നത്, നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടിക്കൊണ്ട് അങ്ങനെയുള്ളവരെ തൊടണമേ, അങ്ങനെയുള്ളവരെ തൊടണമേ. ഞാൻ തന്നെ എൻ്റെ ഹിതമനുസരിച്ച് നിന്റെ പാപങ്ങളെ തുടച്ചു മാറ്റുന്നു. ഇനിയും ഒരിക്കലും ഞാൻ നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്ന് വാഗ്ദത്തത്താൽ ഞങ്ങളെ അയക്കുമാറാകണമേ. പാപങ്ങളെല്ലാം തുടച്ചു മാറ്റപ്പെട്ട് വലിയ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സമാധാനപരമായ കുടുംബജീവിതം നയിക്കുവാനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം നീ സഹായിക്കുമാറാകണമേ. അപ്പ ഞങ്ങളെ തൊടണമെന്ന്, ഞങ്ങളെ വിടുവിക്കണമെന്ന്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ രോഗത്തിന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, സമാധാനത്തോടെ കടന്നു പോവുക എന്നുള്ളതായ നിന്റെ വചനത്തെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് കർത്താവേ. ഞങ്ങളത് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ ഒരു വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ നൽകുന്ന സൗഖ്യവും വിടുതലും പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ